പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകണമെന്ന് നിർബന്ധമുള്ള ആളുകളാ ഞങ്ങള്. എനിക്കങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നമ്മൾ രണ്ടും ഒരേ വഴിയിലേക്ക് തിരിഞ്ഞാൽ നഷ്ടം ശരത്തിന് മാത്രമായിരിക്കും. അക്ഷര, അപ്പോ നാളെയാണ് സ്വാമിയുടെ ബാംഗ്ലൂർ യാത്ര. അതെ, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാവില്ല. പിന്നെ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കുന്നതേ ഒരു തന്ത്രമാവാനേ സാധ്യതയുള്ളൂ വിശാൽ സാർ. എന്താ? ഒറ്റയ്ക്ക് തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, നിരഞ്ജൻ ഇല്ല. മാഡം, അതാണ് ഞാൻ പറഞ്ഞ തന്ത്രം. സ്വാമിക്ക് സംരക്ഷണം ഒരുക്കാൻ ചിലപ്പോ വേറെ വാഹനത്തില് ആളുകളുണ്ടാവും. പിന്തുടരുന്നവരെ പെടുത്തുക, അതാവും സ്വാമിയുടെ തന്ത്രം. യെസ്, ഞാൻ അത്രയ്ക്ക് കടന്നു ചിന്തിച്ചില്ല. ആദ്യമായി വക്കീല് സ്വന്തം തലച്ചോറുകൊണ്ട് പണിയെടുത്തു. അല്ലെങ്കിൽ തന്നെ 50 ലക്ഷം രൂപയും കൊണ്ട് ഒരായുധത്തിന്റെ തുണ പോലും ഇല്ലാതെ ആരെങ്കിലും ബാംഗ്ലൂർ വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമോ സാറേ? അതും കാഞ്ചന മാഡം എല്ലാം നമ്മളോട് പറയുമെന്നിരിക്കെ. എല്ലാം നമ്മൾ അറിയുന്നുണ്ടെന്ന് ജയശങ്കറിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു അറ്റാക്ക് അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. മോന്റെ പദ്ധതി എന്താ? അതൊന്നും അമ്മ അറിയണ്ട. നല്ല വാർത്തകൾക്കായി കാത്തിരിക്കുക. പിന്നെ മമ്മ തന്ന വിവരങ്ങൾ വെച്ച് പഴയ നേഴ്സ് സീതാലക്ഷ്മിയെ ഞാനൊന്ന് ചികഞ്ഞു. ആണോ? എന്നിട്ട് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല, പക്ഷെ ഉടനെ ട്രേസ് ചെയ്യും. അടിമുടി ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണ് സീതാലക്ഷ്മി. കഥയിലെ ആദ്യ പടുമരണം സീതാലക്ഷ്മിയുടെ ഭർത്താവ് സുബ്രഹ്മണ്യത്തിന്റെ, രണ്ടാമത് എന്റെ പപ്പ, മൂന്നാമത് മായാരഞ്ജനി. ഈ 3 മരണത്തിന് പിന്നിലും പ്രധാന പ്രതിസ്ഥാനത്ത് ജയശങ്കറുണ്ട്. എങ്ങനെയെങ്കിലും ആ സീതാലക്ഷ്മിയെ ഒന്ന് തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന അതോടെ തീർന്നു ആ കുറുക്കൻ. അക്ഷര അയാളുടെ മുഖത്ത് തുപ്പും. അതോടെ അയാൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നാടുവിടും. എന്റെ ഡെന്നിച്ചായന് മരുന്നിനുള്ള പണം തേടി ഞാൻ ഇരന്നലഞ്ഞതുപോലെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയാൾ അലയുന്നത് എനിക്ക് കാണണം മോനെ. അമ്മ വിഷമിക്കണ്ട, ഇനി അതിന് അധികം സമയമില്ല. അവൾ മായാരഞ്ജനയുടെ പേരിൽ ക്ലിനിക്ക് തുടങ്ങിയാൽ അതിന് തിരികൊളുത്താൻ സീതാലക്ഷ്മി എത്തിയിരിക്കും. ഞാൻ കൊണ്ടുവന്നിരിക്കും. ആ, സ്വാമി ഒറ്റയ്ക്കാണ് വരുന്നത് ബാംഗ്ലൂരിന് പോകുന്നത്. ഞാൻ പോകണ്ടെന്ന് വെച്ചു. അതെന്താ സാറേ പെട്ടെന്നൊരു പിന്മാറ്റം? പോകണ്ടെന്ന് അക്ഷരയ്ക്ക് ഒരേ നിർബന്ധം. സ്വാമിയുടെ ഒപ്പം ഞാൻ പോകുന്നതിൽ അക്ഷരയ്ക്ക് താല്പര്യമില്ല. ജയശങ്കർ സാറിന് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഞങ്ങളും കൂടി വന്നേനെ. നമുക്ക് അടിച്ച് പൊളിച്ച് ജോളിയായിട്ട് പോയിട്ട് വരായിരുന്നു. അല്ല, ഞങ്ങൾ വന്നാൽ ചിലപ്പോ സ്വാമിയാണ് പിന്മാറിയെന്ന് വരും. അതും ശരിയാ. അക്ഷര മേഡം പറഞ്ഞത് തന്നെ അതിന്റെ ശരി. സ്വാമിയാണെന്നൊപ്പം സാർ ഒറ്റയ്ക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്താ പരുന്തേ അങ്ങനെ പറഞ്ഞത്? അത് ഒന്നുമില്ല സാറേ. ആ, പരുന്തേ കാര്യം പറയേ. സിറ്റിയിലെ ചില അർഗപ്പീസുകളുമായിട്ട് സ്വാമിയാണെന്ന് ബന്ധമുണ്ട് സാറേ. എന്ന് വെച്ചാ കൈക്കും കാലിനും വിലയിട്ട് വെട്ടിയെടുത്ത് കൊടുക്കുന്നവരുമായിട്ട്. ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ സാറേ. സാറ് പതിയെ വിശ്വസിച്ചാൽ മതി. ആ, ഞാൻ വിളിക്കാൻ പരുന്തേ. പുതിയ വല്ല വയ്യാവേലിയും വലിച്ചുകൊണ്ടുള്ള വരവായിരിക്കും. എന്തെങ്കിലും പ്രശ്നം കാണും. അതല്ലേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. 500ന്റെ 5-6 നോട്ട് കൈ കരുതി വെച്ചോ. ചില്ഡ് ബിയറും ചിക്കൻ ബിരിയാണി.
എന്താ ഇരട്ടെ കാണണമെന്ന് പറഞ്ഞത്? സാറിനോട് കാര്യം തുറന്ന് പറയണ. എന്താ ഇരട്ടെ? സാറേ, ഞങ്ങൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. മഹാന്മാരുടെ പാത പിന്തുടരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് അമ്മാതിരി പിന്തുടരലല്ല, അരയിൽ ഇരുമ്പ് വെച്ചനുള്ള പിന്തുടരല. പണിയാണോ ഇരട്ടെ? അതെ സാറേ, സീൻ ഡാർക്ക. ആ വിശാലിന്റെ വക്കീലില്ലേ, ആ കട്ടിമീശ, അയാളുടെ ആളുകളാ. 1-2 പേരെ എനിക്കറിയാം. ഒരു ബീബ് ഷാജി, പിന്നെ വള്ളക്കടവ് സുനി, പിന്നെ സാറേ സാറിനിട്ട് പണിഞ്ഞ കരോൾ സംഘത്തിലെ ആൾക്കാരില് യുവന്മാരുണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. അതെന്താ ഇരട്ടിന് അങ്ങനെ തോന്നാൻ? അത് മേഡം, പാളയം സാഫല്യം കോംപ്ലക്സില് ഫാൻസി സ്റ്റോറിൽ നമ്മുടെ ഒരു പയ്യനുണ്ട്. അവിടെ നിവന്മാര് ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖംമൂടിയും മറ്റും വാങ്ങിച്ചായിരുന്നു. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് അത് വാങ്ങിച്ചതുകൊണ്ടാണ് അവനത് ശ്രദ്ധിച്ചത്. എന്തിനാ ഷാജി എണ്ണ ഇപ്പോ അപ്പൂപ്പന്റെ മുഖംമൂടി എന്ന് ചോദിച്ചപ്പോ ദീപ് ഷാജി പറഞ്ഞത് നടു റോഡിൽ ഒരു കരോൾ ഉണ്ടെന്ന്. അന്ന്